CBSE പഠിക്കുന്ന കുട്ടിയെ സ്റ്റേറ്റിലേക്ക് മാറ്റുക, ICSE പഠിക്കുന്ന കുട്ടികളെ CBSEക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് മാറ്റുക. നമ്മുടെ കുട്ടികളുടെ ഫൈനൽ എക്സാം ഒക്കെ ഏകദേശം തീർന്നു വരികയാണ്. ഇനി 2 മാസം വെക്കേഷനാണ്. ജൂണിൽ കുട്ടികൾ പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് പല പാരൻസും എടുക്കുന്ന തീരുമാനമാണ് CBSE പഠിക്കുന്ന കുട്ടിയെ സ്റ്റേറ്റിലേക്ക് മാറ്റുക, ICSE പഠിക്കുന്ന കുട്ടികളെ CBSEക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് മാറ്റുക. ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, ടെക്സ്റ്റ് ബുക്ക്. 2, എക്സാം പാറ്റേൺ. 3, കുട്ടിയുടെ പിയർ ഗ്രൂപ്പ്. അവരുടെ ഒരു മാനസിക നില എന്താണ്? അവർക്ക് പുതിയ സാഹചര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സിലാണോ അവർ നിൽക്കുന്നത്? അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ നിങ്ങൾ അവരെ മാറ്റുന്നത്? അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികളുടെ സമ്മതമില്ലാതെ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് 9, 10 കാലഘട്ടങ്ങളിലൊന്നും പറിച്ചു നടരുത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പുതിയൊരു ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാനും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ 9, 10 കാലഘട്ടം. സോ 9, 10 കാലഘട്ടങ്ങളിൽ കുട്ടിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ കുട്ടിയുടെ പിയർ ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഇരിക്കുന്ന ആ സ്കൂളിൽ നിന്ന് അവരെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റരുത്. അത് വലിയ തെറ്റായി നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുട്ടികൾ ഇമോഷണലി വളരെ ഡൗൺ ആവാനും പിന്നീട് അതൊരു ഡിപ്രഷനിലേക്ക് പോലും ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. സോ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഈ 9, 10 കാലഘട്ടങ്ങളിൽ. സോ അതുകൊണ്ട് അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ നിങ്ങൾ മാറ്റരുത്.